അങ്ങ് തായ്ലൻഡിലുള്ള സ്വർഗത്തിലെ കനി എന്ന് വിളിപ്പേരുള്ള ഗാഗ് ഫ്രൂട്ട് ശരിക്കും ഇനി നമ്മുടെ നാട്ടിലും വിളയും. കല്ലറ സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ വീടിന്റെ ടെറസിലാണ് ഈ വിദേശ കനിയെ വിളയിച്ചെടുത്തത്. സ്വർഗത്തിലെ കനി ഭൂമിയിൽ വിളഞ്ഞാലോ? കടൽ കടന്ന് തായ്ലൻഡിൽ നിന്നാണ് ഗാഗ് ഫ്രൂട്ട് ഇങ്ങ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയത്. സ്വർഗത്തിലെ കനി ഇപ്പോൾ മലയോര മേഖലയായ കല്ലറയിലും വേര് പിടിച്ചിരിക്കുകയാണ്. വിദേശി പഴങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ വളർന്നു വരാൻ അല്പമൊന്ന് ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ പഴം നൂറുമേനി വിളഞ്ഞ് അത്ഭുതമായി മാറുന്നത്. കല്ലറ സ്വദേശിയായ അബ്ദുൾ റഹീമാണ് ഈ വിദേശിയെ തായ്ലൻഡിലെ ഫ്രൂട്ട് ഷോപ്പിൽ കണ്ട് കൗതുകം തോന്നി വാങ്ങിയത്. ഫ്രൂട്ട് വാങ്ങി നാളുകൾ കഴിഞ്ഞാണ് നടുക എന്ന ആശയത്തിലേക്ക് റഹീം എത്തിയത്. ചാണകവും എല്ലുപൊടിയും തുടങ്ങിയവ മാത്രമാണ് വളം. രണ്ടു നേരവും വെള്ളവും കൃത്യമായ പരിചരണവും ഉണ്ടെങ്കിൽ റഹീമിനെ പോലെ സ്വർഗത്തിലേക്കനി നമ്മുടെ വീടിന്റെ ടെറസിലും വിളയിച്ചെടുക്കാം. രാവിലെ ഉറക്കം ഒഴിച്ച ഒരു 1.5 മണിക്കൂർ ഇതിന്റെ പിറകില് കാര്യങ്ങളൊക്കെ നോക്കാൻ നടക്കണം. ഇതിന്റെ കൃഷി, അതിന്റെ പരിപാലനവും, ഇതിന്റെ കീടങ്ങളൊക്കെ കയറുന്നതിനെയൊക്കെ അടിച്ച് മാറ്റി അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കാച്ചു കിടക്കുന്നതുകൊണ്ട് കാണാനൊരു നല്ല ഭംഗിയാണ്. പലരും കാണാനായിട്ടൂടെ വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഒരു പഴത്തിന് 1 കിലോയ്ക്ക് മുകളിൽ ഭാരം വരും. കിലോയ്ക്ക് 1000 മുതൽ 1500 രൂപ വരെ വിപണിയിൽ ലഭിക്കും. ഒരു ചെടിയിൽ നിന്നാകട്ടെ വർഷങ്ങളോളം കായ്ഫലവും ലഭിക്കും. കായ്കൾക്ക് ആദ്യം പച്ച നിറമായിരിക്കും. വളർച്ച 2ാം ഘട്ടത്തിലെത്തുമ്പോൾ മഞ്ഞയാകും. കുറച്ചുകൂടി പാകമായാലോ ഓറഞ്ച് നിറത്തിലെത്തും. വിളവെടുപ്പിന് ഭാഗമാകുന്നതോടെ ചുവന്നു തുടുത്ത് സ്വർഗത്തിലെ കനിയായി മാറും. നമ്മുടെ നാട്ടിൽ അപൂർവമായി മാത്രം വിളഞ്ഞു വരുന്ന ഗാഗ് ഫ്രൂട്ട് വാങ്ങുന്നതിനായി അനേകം ആളുകളാണ് അബ്ദുൾ റഹീമിനെ തേടിയെത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.